ഞാൻ കാൻഡിഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആരുടെയെങ്കിലും പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ UDF, കോൺഗ്രസും മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചു. അത് വലിയൊരു പിന്തുണയായി, താങ്ങായി, തടലായി, അതൊരു വലിയ രക്ഷാകവചമായി. എല്ലാ പ്രവർത്തനവും കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തി. എനിക്കുണ്ട് ഒരു പോസ്റ്റ് പോലും ഒട്ടിക്കാൻ എനിക്ക് ആരെയും ചോദനപ്പെടുത്തേണ്ടി വന്നില്ല. എല്ലാവരും തന്നെ ചെയ്തു. ഏറ്റവും കുറച്ച് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഞാനായിരിക്കും കേരളത്തിൽ. ആ നടത്തിയ എക്സ്പെൻഡിച്ചറിന്റെ 80% കോൺഗ്രസ് ആണ് ചെലവഴിച്ചത്. അവരാണ് അത് ചെലവഴിച്ചത്. എനിക്ക് ചില ആളുകൾ കുറച്ച് പൈസ തരും. ഞാൻ ആരോടും ചോദിക്കാറില്ല, ഫണ്ട് ഞാൻ ചോദിക്കാറില്ല, ചോദിച്ചൊരു കാലത്തും ഞാൻ വാങ്ങാറില്ല. പക്ഷെ കുറച്ച് പൈസ കിട്ടും. ആ പൈസ ഞാൻ ഇലക്ഷൻ കമ്മിറ്റി ഏൽപ്പിച്ചു. അത്രയേ ഉള്ളൂ. ആ നിലയിൽ സഹായിച്ചു. LDF-ന്റെ ഭാഗമായിരുന്നപ്പോൾ താങ്കൾ ഒരു മികച്ച മന്ത്രിയായിരുന്നു, PWD മന്ത്രിയായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട്. UDF-ഉം LDF-ഉം ഇപ്രാവശ്യവും താങ്കളെ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഞാനതേപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷയില്ലായ്മകളോ ഇല്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇലക്ഷന് മത്സരിക്കുക, അത് ജയിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. കാരണം എൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ മുമ്പൊരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. അയാളുടെ വോട്ട് കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ 10,000 വോട്ട് ജയിപ്പിച്ചു കൊടുത്ത ശേഷം ഒരു കള്ളപ്രചാരവേല നടത്തി, ഒരു കള്ള അന്വേഷണം കരീമിനെ കൊണ്ട് നടത്തി. അപ്പോൾ എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ പിന്തുണ ഇല്ലാതെ അവിടെ എങ്ങനെയാണ് ഒരു CPM സ്ഥാനാർത്ഥി ചെയ്തത്? ജയിച്ചില്ലെന്ന് മാത്രമല്ല, എനിക്ക് 29,000 വോട്ട് ഭൂരിപക്ഷം. അപ്പോൾ ആരോപണമെല്ലാം വേറെ കള്ളമായിരുന്നെന്നും മനഃപൂർവ്വം എന്നെ അവമാനിക്കുകയും ചെയ്തതാണെന്ന് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. 63 വർഷം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച എന്നോടാണ് ചെയ്തത്. എന്തിനു ചെയ്തു? ഞാനല്ലോ ചർച്ച ചെയ്തത്. അത് ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും നല്ല മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. ഏറ്റവും വലിയ സെക്യുലർ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ. കേന്ദ്രത്തിൽ അധികാരത്തിലില്ലെങ്കിലും സെക്യുലർ പാർട്ടികളുടെ ഏറ്റവും വലുത് അവരാണ്. അത് അവരുടേതായ പ്രശ്നങ്ങളാൽ, കാരണങ്ങളാൽ അവർ 2 ദിവസം താമസിച്ചതേ ഉള്ളൂ. ഇതൊരു മഹാപാതകമാണെന്നൊന്നും പറയാനൊക്കത്തില്ല. എന്നൊന്നും വിലയിരുത്താറായിട്ടില്ല. അവർ 3-4 ദിവസം എടുത്തു. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. അവർ ആ തീരുമാനം എടുക്കുന്നതോടുകൂടി ആ പ്രശ്നം അവസാനിക്കും. അവസാനിച്ചത് ശക്തമായ തരത്തിൽ നിയമസഭയിലും നാട്ടിലും പ്രവർത്തിക്കുന്നതോടുകൂടി ഈ ഒരു ചെറിയ 2-3 ദിവസത്തെ വ്യത്യാസമൊക്കെ ആളുകൾ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് കരുതില്ല. എന്താ അങ്ങ് ചോദിച്ചത്? SNDP ജനറൽ സെക്രട്ടറി. നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തിന് വലിയ അധിക്ഷേപം നടത്തിയ ആളാണ്. നിങ്ങളെ ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന അസംബന്ധമാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് അദ്ദേഹത്തെയാണ് കണ്ടത്. മലപ്പുറമായിട്ട് അതിന് എന്താ ബന്ധം? അത് അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോണം. അതിന് അതെന്ന് എല്ലാരും പറഞ്ഞു. അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോളണം. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായി പറയുന്നത് ശരിയല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്.